എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നോഫലാണ്. പനിച്ച് കിടപ്പിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. നമുക്ക് വേക്കൻസികൾ ഇല്ലാഞ്ഞിട്ടല്ല, ഭയങ്കര പനിയായിരുന്നു. പിന്നെ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്യാതിരിക്കുന്നത്, നിങ്ങൾക്ക് മുന്നിൽ വേക്കൻസികൾ എത്താതിരുന്നത്. ഇപ്പം നമുക്ക് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള മാൾട്ടയിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അത് പറയുമ്പോൾ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഏജൻസികൾ വഴിയല്ല നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പോകുന്നത്, ഡയറക്റ്റാണ്. അതുകൊണ്ട് CV സെലക്ഷൻ പങ്കെടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ്. ഇവിടെ ഏജൻസികൾ വാങ്ങുന്ന 6, 10, 12 ലക്ഷമൊന്നും നിങ്ങൾ മുടക്കേണ്ടതില്ല. ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റും. ഞാൻ കുറച്ച് കാര്യങ്ങൾ ആ വേക്കൻസികളിലേക്ക് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ ദയവേത് വീഡിയോ ഒന്ന് കാണാം. ഞാൻ യൂറോപ്പിലേക്ക് ജോലി നോക്കുന്നവരാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്ന് കാണണം, സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് യൂറോപ്പ് രാജ്യത്തേക്ക് ജോലി ഒഴിവുണ്ടോ ബ്രോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. 30 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് കൂടുതൽ പേര്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കും ഇന്ന് ഗൾഫിലേക്കല്ല ലക്ഷ്യം, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാടധികം ഫ്രോഡുകളുണ്ട്. നിങ്ങൾ ദയവേത് ശ്രദ്ധിക്കുക. പല ഇൻഫ്ലുവൻസേഴ്സും അതേപോലെ തന്നെ പല ഏജൻസികളും എന്താ പറയുക, ഈ യൂറോപ്യൻ വിസ വേക്കൻസി എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്, പോസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഒരുപാട് പേര് കുടുങ്ങി പോകുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് 2-3 ദിവസം മുന്നേ ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി. ഈ പനിച്ച് കിടക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഇത് വായിച്ചത്. അതായത് ജർമ്മനിയിലേക്ക് ഇവിടുന്ന് ഒരു ഏജൻസി വഴി പോയിട്ട് ഒരാൾ പോയിട്ട് ജർമ്മനിയിൽ, അതായത് അയാൾ 8 ലക്ഷം 9 ലക്ഷം എന്തോ ഇവിടെ മുടക്കിയിട്ടുണ്ട് ഈ പോകാൻ വേണ്ടിയിട്ട്, പേപ്പർ കാര്യങ്ങളെല്ലാം ശരിയാൻ വേണ്ടിയിട്ട് 8 ലക്ഷം 9 ലക്ഷം രൂപയോളം ഇവിടെ മുടക്കി. കറക്റ്റ് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ജർമ്മനിയിൽ ഇവിടുന്ന് യാതൊരു കുഴപ്പമില്ല, അവർ പോയി ജർമ്മനിയിൽ എമിഗ്രേഷൻ സമയത്ത് അവർ ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അവിടെ പിടിച്ചു നിർത്തി. കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഫേക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അദ്ദേഹത്തിന് ആ ജർമ്മനി ഒരു ഭാഗത്തുള്ള എയർപോർട്ട് കാണാൻ പറ്റിയെന്നല്ലാണ്ട് ആ രാജ്യത്ത് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആയി. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചയക്കുകയുണ്ടായത്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ ഞാനങ്ങനെ വായിച്ചു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം വായിച്ചു. നമ്മുടെ നാട്ടിൽ നടന്നൊരു കാര്യം എന്നാണ് ആ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് രീതിയിൽ ബിസിനസ് നടക്കുന്ന 3 മേഖലയാണുള്ളത്. അതിലൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമാണ്. മതം, ജാതി എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിലെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ്സും. അത് ഇന്ന മതം എന്നില്ല, എല്ലാ മതത്തിലെയും ഒരു വിഭാഗം ആൾക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സംഘടനയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മതത്തിലുള്ളവരെയും മറ്റു മതസ്ഥരെയും വഞ്ചിക്കുക, അല്ലെങ്കിൽ അവരെ കാർന്ന് തിന്നുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ മേഖല ആരോഗ്യമാണ്. ഈ ഫസ്റ്റത്തെ മേഖല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെ കുറവാണ്. ഈ മതം പറഞ്ഞിട്ട് ആളുകളെ പിഴിഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിലും ആരോഗ്യ മേഖലയിലുള്ള തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ അത്ര കുറവൊന്നുമല്ല. നമ്മളിപ്പോൾ കോവിഡ് സമയത്ത് പോലും കണ്ടു PP കിറ്റിൻ്റെ കാര്യം. അത് ഞാൻ രാഷ്ട്രീയം ഒന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ അതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വലിയ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് തൊഴിലവസരം. നമ്മുടെ മേഖല, അല്ലെങ്കിൽ ഞാൻ എന്തിനെക്കുറിച്ചാണോ വീഡിയോ ചെയ്യുന്നത്, എൻ്റെ കണ്ടൻറ്റ് വേക്കൻസികളാണ്, ജോലി ഒഴിവുകളാണ്, ജോബിനെ കുറിച്ചുള്ളതാണ്, തൊഴിലവസരങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ അതിനെ എടുത്ത് പറയാം. മറ്റു രണ്ട് കാര്യങ്ങളും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തൊഴിൽ മേഖലയിൽ ഒരുപാടധികം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന കാര്യം യൂറോപ്പിലേക്കുള്ള വേക്കൻസി വെച്ചിട്ടാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അതിൽ തലയിടരുത്. നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ മറ്റെന്ത് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ മെയിനായിട്ട് അത് നോക്കേണ്ടത്, കാരണം ഞാനിത് യൂറോപ്പിൻ്റെ കാര്യം എടുത്ത് പറയുന്നത് വേറൊന്നുമല്ല. ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ ആണെങ്കിൽ 50,000, 1 ലക്ഷം, 1.25 ലക്ഷമൊക്കെയാണ് സർവീസ് ചാർജ് ചെയ്ത്, വിസ ടിക്കറ്റൊക്കെ അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ വരിക, ഏകദേശമാണ് പറയുന്നത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജോലിയിലേക്കായിട്ട് പോകുമ്പോൾ, ഞാൻ സ്റ്റുഡൻറ്റ് വിസേൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല, ജോബ് വിസ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് 6 ലക്ഷം 8 ലക്ഷം 10 ലക്ഷമൊക്കെ വാങ്ങിയിട്ടാണ് ഇവിടെ പല ഏജൻസികളും ജോലിക്കായിട്ട് നിങ്ങൾ അവിടേക്ക് അയക്കുന്നത്. അപ്പോൾ പലരും വലിയൊരു തുക ലോണൊക്കെ എടുത്തിട്ട് അവരുടെ വീട്ടുകാരുടെ സ്വർണം പണയം വെച്ചും വിറ്റൊക്കെ ഒരുപാട് വലിയ രീതിയിൽ വലിയൊരു ബാധ്യതയായിട്ട് അവർ പൈസ ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ട് കുടുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ബാധ്യതയിൽ, കടത്തിൽ നിങ്ങൾ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു അവയർനെസ് എന്ന രീതിയിൽ പറയുന്നത്. നിങ്ങൾക്കൊരു വേക്കൻസിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ആ വേക്കൻസിയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. അതിനുപരി ആ ഒരു ഓഫീസ് അത് ഇന്ത്യൻ ഗവൺമെൻറ് അംഗീകൃതമാണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ ലൈസൻസ് പരിശോധിക്കണം. അത് നിങ്ങളുടെ അവകാശമാണ്. ഓക്കെ, അതിൽ യാതൊരു ആൾക്കും നിങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ
സംഭവം വിട്ടോളൂ, അതിലേക്ക് തല വെച്ച് കൊടുക്കേണ്ട. ലൈസൻസ് വാലിഡാണ്, ഇപ്പോഴും നിലവിലുള്ള ലൈസൻസാണ്. കാരണം പഴയ ലൈസൻസൊക്കെ വെച്ച് പലരും ചെയ്യുന്നുണ്ട്, പല ആളുകളുടെയും ലൈസൻസ് വെച്ചിട്ട് ചെയ്യുന്ന ഏജൻസികൾ എനിക്കറിയാം, ഗൾഫിലേക്കാണെങ്കിൽ പോലും. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക, അതായത് അതൊന്നും മൈൻഡ് ചെയ്തെന്നല്ല, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ലൈസൻസ് അവർക്കുണ്ടോ, ഈ ഒരു ട്രാവൽസ് അല്ലെങ്കിൽ ഏജൻസി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസി ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളെ പറ്റിച്ച് 6-10 ലക്ഷം രൂപ കടക്കണിയിലായി കഴിഞ്ഞാൽ, അത്രയും രൂപ ചിലവാക്കി നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഒന്നും ആവാതെ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അത് മാറും. അപ്പോൾ ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളൊരു തട്ടിപ്പാണ്. ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് ഇട്ടിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ഒരാൾ പറ്റിച്ചു, ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം എൻ്റെ പോയി. പക്ഷേ ഞാനത് നിയമപരമായിട്ടൊന്നും വേണ്ട, എനിക്ക് അയാളെ നേരിട്ടാണ് കണ്ടത്. ഏകദേശം ഞാൻ വീട് കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ആളിപ്പോൾ നാട്ടിലില്ല. ഇപ്പോൾ വീട്ടുകാരോട് സംസാരിച്ചിട്ടോ അവരെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ നിന്ന് കൊടുത്തുകൊണ്ടാണ് അയാൾ എന്നെ പറ്റിച്ചത്. അതിൽ എന്നോട് തന്നെ ദേഷ്യമുണ്ട്. പക്ഷേ ഒരു ഓഫീസ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ എൻ്റെ അത്രയും ലക്ഷങ്ങൾ പോയി. അതും പിന്നെ പല കാര്യങ്ങൾ കൊണ്ട് വലിയൊരു കടം എനിക്കിപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് വീട്ടണമല്ലോ. അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്കുള്ളത് കൊണ്ടാണ്, അത് ഞാൻ ആ ചൂടുവെള്ളത്തിൽ ചാടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, തട്ടിപ്പിന് ഇരയാവാതിരിക്കാൻ. തട്ടിപ്പിന് നിങ്ങൾ നിന്ന് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ തട്ടിപ്പിന് ഇരയാവുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാനൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരുന്നു തട്ടിപ്പിന് ഇരയായത്. പക്ഷെ അത് ഞാൻ എന്തായാലും ആ ആളെ കാണും, ആളെ ഞാൻ എന്തായാലും വാങ്ങും, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ ആളറിയാതെ അല്ലെങ്കിൽ ഓഫീസ് ഇല്ലാതെ ജസ്റ്റ് ഇൻസ്റ്റാ റീൽ കണ്ടിട്ട് അവിടെയുള്ള യൂറോപ്പിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. കാരണം ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. എനിക്ക് പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, പൈസ അയച്ചു കൊടുക്കട്ടെ, എന്താണ് ബ്രോ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട്. എനിക്കൊരു അഭിപ്രായമില്ല, എനിക്കതാണ് പറയാനുള്ളത്. നമുക്കറിയില്ല, നമ്മൾക്കൊരു നാട്ടിലുള്ള ഒരു ഓഫീസാണെങ്കിൽ അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അവിടെയുള്ള ആരെ നമ്മൾ എന്ത് കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത്? കൂടപ്പിറപ്പിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് ഇന്ന് നാട്ടിലുള്ളത്. എല്ലാവർക്കും പൈസ മതി, പൈസേൻ്റെ പേരിൽ ആരും എന്തും ചെയ്യും, അങ്ങനത്തെ ഒരു സംഭവമാണ്. എല്ലാവർക്കും ഫെയിമും അല്ലെങ്കിൽ പൈസ, ഈ രണ്ടും മതി. അപ്പം നിങ്ങൾ അതിന് നിന്ന് കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ മെയിനായിട്ട് നിങ്ങളൊരു യൂറോപ്പിലേക്ക് ജോലി നോക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഏജൻസി വഴിയാണ് ജോലി നോക്കുന്നെങ്കിൽ, ആ ഏജൻസിയെക്കുറിച്ച് നിങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഉടമസ്ഥന് അല്ലെങ്കിൽ അവർക്ക് ലൈസൻസ് ഉണ്ടോ, പ്രോപ്പറായിട്ട് ഓഫീസ് ഉണ്ടോ, അതേപോലെ തന്നെ ലൈസൻസ്, ആ ഒരു കാര്യമാണ് മുഖ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിന് മുന്നേ ഈ ഫീൽഡിലുള്ളവരാണോ, അവർ സബ് ഏജൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം അതിന് തല വെച്ച് കൊടുക്കുക. അല്ലാതെ വീഡിയോ മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു വാട്സപ്പിൻ്റെ അപ്പുറമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അപ്പുറമുള്ള ഒരു വ്യക്തിക്ക് നിങ്ങൾ ദയവ് ചെയ്ത് പൈസ അയച്ചു കൊടുക്കല്ലേ. ലക്ഷങ്ങളെന്നല്ല ഞാൻ പറയുന്ന, 1 രൂപ പോലെ അയച്ചു കൊടുക്കല്ലേ. നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. നമ്മുടെ കേരള ഗവൺമെൻറ് ഓഡാപെക്ക് വഴി ഇവിടുന്ന് യൂറോപ്പിലേക്ക് ആളുകളെ വിടുന്നുണ്ട്. കേരള സർക്കാർ വഴി പോകുന്നുണ്ട്. അപ്പോൾ പല അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അതുവഴിയൊക്കെ നിങ്ങളതിലേക്ക് അപേക്ഷിക്കുക. പിന്നെ നമുക്കൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ അതിലേക്ക് നോക്കുക. യഥാർത്ഥ അവസരങ്ങൾ, സത്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നോക്കുക. വെറുതെ ചാടി കയറി തല വെച്ച് കൊടുക്കല്. ഉറുപ്പ്യ പോയത് തന്നെയാണ്, വലിയ നഷ്ടമാവും. പിന്നെ നമ്മുടെ മൈൻഡിനെ വരെ, നമ്മുടെ ജീവിതത്തിനെ വരെ അത് ബാധിക്കും. പിന്നെ ഒരു രീതിയിലുള്ള ഒരു ജീവിതമായിരിക്കും, ജീവിച്ചിരിക്കുന്നുണ്ടെന്നല്ലാണ്ട് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇനിയും വീഡിയോ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം, തീരുമാനം. കാണുന്നവർ കാണുക. കാരണം ഒരു അവയർനെസ്, ഞാനിപ്പോൾ ഈ ഒരു മേഖലയിലുള്ളൊരു വ്യക്തിയായതുകൊണ്ട്, ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് മുന്നിൽ പങ്കുവെക്കേണ്ട ഒരു കടമ എനിക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനിയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും മാൾട്ടയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ നോക്കാം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താ പറയുക, ഇവിടുത്തെ ഏജൻസികൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ഏജൻസി ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റ് കയറിയിട്ട് CV അയച്ചു കൊടുത്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നൊരു വേക്കൻസിയാണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഏജൻസികൾ വാങ്ങുന്ന 6-10 ലക്ഷം കൊടുത്തിട്ടൊന്നും നിങ്ങൾക്ക് പോവേണ്ടി വരില്ല. ചെറിയൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് കയറി പോവാം. അപ്പോൾ എന്താണ് വേക്കൻസികൾ, എങ്ങനെ അപേക്ഷിക്കേണ്ടതൊക്കെ ഞാൻ വീഡിയോ മുഴുവൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. നമുക്കാദ്യം മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് പറയാം. 6 പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഈ ഒരു കമ്പനിയിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ 6 പോസ്റ്റും എന്താണെന്ന് ഞാൻ പറയാം, അതിനുശേഷം ഇതൊന്ന് വിവരിച്ച് തരാം. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ എക്സ്പീരിയൻസുകളിൽ മാത്രം വീഡിയോ തുടർച്ചയായിട്ട് കണ്ടാൽ മതി. വർക്ക്ഷോപ്പ് അഡ്മിനിസ്ട്രേറ്റർ, സെമി സ്കില്ലഡ് മെക്കാനിക്, ഇലക്ട്രോ മെക്കാനിക്, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്, ഡിജിറ്റൽ കണ്ടന്റ് അസിസ്റ്റൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് മാൾട്ട
പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് നിലവിൽ ജോലി ഒഴിവുകളുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വേക്കൻസികളിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെ യോഗ്യതയുള്ളവർക്കാണ് ഇവിടെ അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ളതൊന്ന് പറഞ്ഞു പോവാം. ഡിജിറ്റൽ കണ്ടന്റ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണെങ്കിൽ +2 ക്വാളിഫിക്കേഷനുള്ള മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിസൈൻ, ഫോട്ടോഗ്രാഫി, വീഡിയോ പ്രൊഡക്ഷൻ എന്നിവയിൽ എക്സ്പീരിയൻസ് ഉള്ള അതുമായി ബന്ധപ്പെട്ടിട്ട് ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. അതായത് ഈ പറഞ്ഞിട്ടുള്ള മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും കോഴ്സോ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ കാര്യങ്ങളൊക്കെ ചെയ്തവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് ബാച്ചിലർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ പരിഗണിക്കുള്ളൂ. ബാച്ചിലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. കൂടാതെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും സംസാരിക്കാനും എല്ലാം തന്നെ ഏറ്റവും മികച്ച രീതിയിൽ കഴിഞ്ഞിരിക്കണം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് ഇലക്ട്രോ മെക്കാനിക് പോസ്റ്റിലേക്കാണ്. ഇവിടെ മിനിമം സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉള്ളവരെയും അതേപോലെ തന്നെ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുമായിരിക്കണം. ബസ് അതേപോലെ ട്രക്സ് കാര്യങ്ങൾ, ഡ്രഗ്സ് അല്ല ട്രക്കാണ് കേട്ടോ, മാറിപ്പോകരുത്. ട്രക്സിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഡീസൽ എഞ്ചിൻ അതേപോലെ ട്രക്സ്, ബസ്സസ് എന്നിവയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം. കൂടാതെ യൂറോ 6 എഞ്ചിൻസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മെക്കാനിക് എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ സെക്കൻഡറി ലെവൽ എഡ്യൂക്കേഷനും ഉണ്ടായിരിക്കണം. മിനിമം 3 വർഷത്തെ ബസ് അതേപോലെ ഡീസൽ എഞ്ചിൻസ്, ട്രക്ക് എന്നിവയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. യൂറോ 6 എഞ്ചിൻസിൽ റിപ്പയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് അതേപോലെ തന്നെ യൂറോ 6 എഞ്ചിൻസ് കാര്യങ്ങളിൽ റിപ്പയർ ചെയ്തവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും മുൻഗണന ഉണ്ടായിരിക്കും. ഇവിടെയും പ്രായം പരിധി കാര്യങ്ങൾ കമ്പനി അറിയിച്ചിട്ടില്ല. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സെമി സ്കില്ലഡ് മെക്കാനിക് എന്ന പോസ്റ്റിലേക്കാണ്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഈ ഒരു മേഖലയിൽ മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരെയുമാണ് സെമി മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക്, സെമി സ്കില്ലഡ് മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. അവസാനത്തെ വേക്കൻസി വർക്ക്ഷോപ്പ് അഡ്മിനിസ്ട്രേറ്റർ എന്ന പോസ്റ്റിലേക്കാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള ചോദിച്ചിട്ടുള്ളത് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയണം. MS ഓഫീസ്, MS വേർഡ് പോലെയുള്ള കമ്പ്യൂട്ടർ സ്കില്ല് കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയും എക്സ്പീരിയൻസ് യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള 6 പോസ്റ്റുകളിലേക്കും പ്രായപരിധിയോ സാലറി കാര്യങ്ങളോ കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. അതെല്ലാം തന്നെ ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അപ്പോൾ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം CV സെലക്ഷനിൽ പങ്കെടുക്കണം. CV സെലക്ഷൻ പാസ്സായ ശേഷം മാത്രമേ ഇൻ്റർവ്യൂ കോൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. 1, 2, 3 ഇൻ്റർവ്യൂ എല്ലാം ചിലപ്പോൾ ഉണ്ടാകും. പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയല്ലേ, എനിക്കതിൽ വ്യക്തതയില്ല. എങ്കിലും നിങ്ങൾക്ക് അധികം എക്സ്പെൻസ് ഇല്ലാതെ ഇവിടുത്തെ പോലെ 6-10 ലക്ഷം കൊടുക്കാതെ നിങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റും. കാരണം മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അവരുടെ ഗവൺമെൻറ് കമ്പനിയിലേക്കാണ് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റുകളിലേക്കാണ് നിലവിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനിയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോലി ഒഴിവുകൾ കാണാൻ കഴിയും. അവിടെ ഏത് ജോലിയിലേക്കാണോ നിങ്ങൾക്ക് താല്പര്യം, യോഗ്യത ഏതിലേക്കാണോ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആ ജോലിയെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ അറിയാൻ കഴിയും. താഴെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. നിങ്ങളുടെ CV-യും അതേപോലെ തന്നെ കവർ ലെറ്ററും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. CV അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, യൂറോപ്പ CV തന്നെ അയച്ചു കൊടുക്കുക. യൂറോപ്പ CV നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഈ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തേക്കാം. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ യൂറോപ്പ CV ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ജോലിക്കായിട്ട് അപ്പോൾ യൂറോപ്പ CV മാത്രം അയച്ചു കൊടുക്കുക. നിങ്ങൾ CV അയച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഒറ്റ വട്ടം അയച്ചു കൊടുത്തിട്ട് നിൽക്കരുത്. നിങ്ങൾ ഒരു ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ അയച്ചു കൊടുത്തോളൂ. ഒരു മാസത്തിൽ മിനിമം ഒരു 4 വട്ടമൊക്കെ CV അയച്ചു കൊടുത്തോളൂ. ഇതേ സൈറ്റിൽ കയറിയിട്ട് യാതൊരു കുഴപ്പമില്ല. നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം ജോലിക്ക് വേണ്ടിയിട്ട് നല്ല മാർഗ്ഗം ഏതാണോ അത് സ്വീകരിച്ചിട്ട് നമുക്ക് ഏത് വഴി കൂടെയും നീങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ശ്രമിക്കുക. ഏതെങ്കിലും ഒരു തവണ നിങ്ങൾക്ക് അത് ഇൻ്റർവ്യൂ കോൾ ലഭിക്കുന്നതായിരിക്കും.